നിർമ്മിച്ച കയ്പമംഗലം കൂരിക്കുഴി ജനകീയ ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 42 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചിലവഴിച്ചത്. ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. ഇ.ടി. ടൈസൺ എം.എൽ.എ. അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. ഗിരിജ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കെ.എസ്. ജയ, കയ്പമംഗലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി.എ. ഷാജഹാൻ, ദേവികാദാസൻ, പി.എ. ഇസഹാക്ക്, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, മെഡിക്കൽ ഓഫീസർ സി.ആർ. സിജി എന്നിവർ സംസാരിച്ചു. ഇ.ടി. ടൈസൺ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 42 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. 1600 ചതുരശ്രയടി വിസ്തൃതിയിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ ഡോക്ടേഴ്സ് റൂം, നഴ്സിംഗ് റൂം, പ്രതിരോധ വാക്സിനുകൾ നൽകുന്നതിനുള്ള സൗകര്യം, പ്രാഥമിക ചികിത്സാ സൗകര്യം ഉൾപ്പെടെ അവശ്യ സേവനങ്ങൾ നൽകാൻ കഴിയും വിധത്തിലാണ് ജനകീയാരോഗ്യ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനവും കേരളമാണ്. ഏറ്റവും അധികം ചികിത്സാ സഹായം നൽകുന്ന സംസ്ഥാനത്തിന് നൽകപ്പെടുന്ന ആരോഗ്യമന്ത്രൻ പുരസ്കാരം നാം തുടർച്ചയായി നേടുന്നു. എന്തുമാത്രമല്ല, ചികിത്സാ സഹായത്തിനായി സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്ന തുക അതിനായി കേന്ദ്രം നീക്കിവച്ചിരിക്കുന്ന പണത്തിന്റെ 10 മടങ്ങാണ്. കയ്പമംഗലം എം.എൽ.എ. ടൈസൺ മാസ്റ്ററുടെ ആസ്തി വികസനമുണ്ട് 42 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പ്രവർത്തനം ആരംഭിക്കുന്ന കുരിക്കുഴി ജനകീയ ആരോഗ്യ കേന്ദ്രം ആരോഗ്യരംഗത്തെ ഈ പ്രദേശത്തിന് ഏറെ ആശ്വാസകരമായി മാറുന്നതാണ്. എന്നും കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഒട്ടേറെ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കയ്പമംഗലം എം.എൽ.എ. ഇ.ടി. ടൈസൺ മാസ്റ്റർ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരുടെ വികസനത്തിന്റെ ഒരു ചുവട് കൂടിയാണ് ഈ ജനകീയ ആരോഗ്യ കേന്ദ്രം. പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റും അതുപോലെ ഇവിടുത്തെ മെമ്പറും പറഞ്ഞപ്പോൾ ഞാനത് കെട്ടിടം കാണാൻ വന്ന സമയത്ത് ഞാൻ ആലോചിച്ചതൊന്ന് റിപ്പയർ ചെയ്തൊന്ന് റെഡിയാക്കി കൊടുക്കണമെന്ന് മാത്രമാണ് ആദ്യം. പക്ഷെ അതിനുശേഷം ഇതിന്റെ മുകളിൽ ഒരു ആല് വളർന്നു നിന്നിട്ട് അതിന്റെ മുഴുവൻ സ്ഥലങ്ങളിലേക്കുള്ള വേര് പോകുന്നതൊക്കെ നമ്മുടെ മെമ്പർ കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി രക്ഷയില്ല. നല്ല അവിടുന്ന് ആല് വളർന്ന അടിയിലൊക്കെ ഇങ്ങനെ പൊട്ടി നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ അങ്ങനെ ഒരു കേന്ദ്ര പുതിയത് ഉണ്ടാക്കുക എന്നുള്ളത് ആവശ്യം ആണ് കൂടെ സാധ്യമാകുന്നത്. അതിന് നമ്മുടെ ബന്ധപ്പെട്ട ഇതിന്റെ കോൺട്രാക്ടേഴ്സ് സത്യമെല്ലാം നല്ല ഭംഗിയായി നമ്മളൊരു കേന്ദ്രം ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നീട് കാണുമ്പോൾ തന്നെ അതിന്റെ ടൈലും അതിന് ബന്ധപ്പെട്ടൊക്കെ വളരെ സന്തോഷമായി ഗംഭീരമായി കാര്യം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ മുഴുവൻ പേരോടുമുള്ള സ്നേഹം ആദ്യമായി പ്രകടിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ ഇങ്ങനൊരു കേന്ദ്രം ഉണ്ടാക്കുന്നതിന് സഹായിച്ചാണ് അതിന്റെ സ്ഥലം തന്നാണ് ഏറ്റവും പ്രധാനമാണ് അല്ലേ. നമ്മുടെ അതിന്റെ ഇപ്പോ അദ്ദേഹത്തിന്റെ മകനാണ്, അബ്ദുള്ള സാഹിബിന്റെ മകനാണ് ഇപ്പോൾ വേണ്ടി സന്നിഹിതനായിട്ടുള്ളത്. കരിയും പുതിയ വീട്ടിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്ഥലമൊക്കെ നേരത്തെ നിന്ന് പണിതു, വീണ്ടും നല്ല ഇപ്പോഴേക്കും നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഇല്ല. പണ്ട് ഈ റോഡിന്റെ തൊട്ട് മുട്ടി നിൽക്കുന്ന പോലെ അല്ല ഇപ്പോൾ. ഇത്രയും സ്ഥലത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു. പണിതപ്പോഴാണ് ഇത്രയും സ്ഥലം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്താൻ കഴിയുന്ന രീതിയിലുള്ള സ്ഥലം അനുവദിച്ചതെന്ന് ഇപ്പോൾ അതിന് പിൻഗാമിയായി നമ്മുടെ വേദിയിരിക്കുന്ന കരിയും പുതിയ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു.